നമസ്കാരം. മാതൃഭൂമി പത്രത്തിനകത്ത് ഒരു പീഡനം അരങ്ങേറി. ആ പീഡന വാർത്ത മാതൃഭൂമി നല്ല അന്തസ്സായിട്ട് മുക്കിയിരിക്കുകയാണ്. മുക്കിയാലും ഇപ്പോ കുറെ കാലമൊന്നും അങ്ങനെ പൂഴ്ത്തി വെക്കാൻ പറ്റില്ലല്ലോ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത FIR ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാതൃഭൂമിയുടെ ഒരു മാധ്യമധർമ്മം നമ്മൾ കാണണേ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, മനുഷ്യന് ഭ്രാന്തെടുത്താൽ ചങ്ങലയ്ക്കിടും, ചങ്ങലയ്ക്ക് ഭ്രാന്തായാലോ. അതുപോലെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഈ പീഡന വാർത്തകളെല്ലാം വളരെയധികം മസാലകൾ കൂടി ചേർത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള ഞരമ്പ് രോഗികളുടെ പീഡന വാർത്തകൾ ആര് റിപ്പോർട്ട് ചെയ്യും? നല്ല അന്തസ്സായിട്ട് അങ്ങ് മുക്കും. പക്ഷെ അങ്ങനെ മുക്കിയാലും എപ്പോഴെങ്കിലുമൊക്കെ അത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് മാതൃഭൂമിയുടെ കൊല്ലത്തിന് സമീപമുള്ള പുനലൂരിലെ മാതൃഭൂമി ഓഫീസുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡന പരാതി ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗ്യമുണ്ട്, മാപ്രകളല്ല, ഇതകത്തുള്ള മറ്റ് സ്റ്റാഫുകളാണ്. അതായത് പത്രത്തിന്റെ സർക്കുലേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർക്കിടയിലാണ് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടാവുകയും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് നല്ല അന്തസ്സായിട്ട് മാതൃഭൂമി പുറത്തു വരാതെ അത് പൂവിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാതൃഭൂമിയുടെയൊക്കെ മാധ്യമധർമ്മം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ FIR കാണാനിടയായി. ഈ പത്രത്തിന്റെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുനലൂർ ഓഫീസിലെ ഫീൽഡ് ഓർഗനൈസറായി പ്രവർത്തിക്കുന്ന പ്രമോദാണ് ഈ പ്രതിയായിട്ടുള്ള വ്യക്തി. പ്രമോദിനോടൊപ്പം തന്നെ ഇതേ സ്ഥാപനത്തിൽ ഇതേ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സർക്കുലേഷൻ പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്യുന്ന യുവതിയെ കടന്നു പിടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പുനലൂർ സ്റ്റേഷനിലെത്തുകയും എന്നാൽ ഈ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ ആ ജീവനക്കാരന് പൊന്നാട അണിയിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ജീവനക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ടും ആ ആവലാതിക്കാർക്ക് അല്ലെങ്കിൽ ഇരയായിട്ടുള്ള വ്യക്തിക്ക് നീതി ഉറപ്പാക്കാതെ മാതൃഭൂമി കാണിച്ച ആ ഒരു വിശാല ഹൃദയം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തായാലും ഈ വാർത്ത മുക്കി വെച്ചിരിക്കുകയും ഒരു മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാതെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഷ്യം, അതായത് ഇതിന്റെ FIR ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കാണാനിടയായതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറച്ച് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനം കാണാനിടയായി. അത് നിങ്ങൾക്ക് കാട്ടിത്തരാം. അതിൽ ഇങ്ങനെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആവലാതിക്കാരിയോടൊപ്പം പുനലൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തുള്ള മാതൃഭൂമി പത്രത്തിന്റെ ഓഫീസിൽ ഫീൽഡ് ഓർഗനൈസറായി ജോലി നോക്കി വരുന്ന പ്രതി ഇതേ ഓഫീസിൽ പത്രത്തിന്റെ സർക്കുലേഷൻ വിഭാഗത്തിൽ പ്രൊമോട്ടറായി ജോലി നോക്കി വരുന്ന ആവലാതിക്കാരിയോട് അപമര്യാദയായി പെരുമാറണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി 16/8/2024 ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് മാത്ര എന്ന സ്ഥലത്തു നിന്നും ഫീൽഡ് വർക്ക് കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തിയ ഫീൽഡ് വർക്ക് വിവരങ്ങൾ പ്രതിയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ കടന്നു പിടിച്ചു എന്ന പരാതി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഈ ചെയ്ത വിദ്വാൻ, കാര്യം മാതൃഭൂമിയുടെ സ്വന്തം ആളാണല്ലോ, അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ നീ പരാതിയായിട്ട് പോ, എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഡാഷ് മോളെ എന്നുള്ള തെറിയും കൂടി വിളിച്ചതായിട്ട് ഈ FIR-ൽ പരാമർശിക്കുന്നുണ്ട്. ആഹാ, എത്ര മനോഹരമായിട്ടുള്ള മാധ്യമധർമ്മമാണ്. അതായത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത് ആദ്യത്തെ സംഭവമല്ല, പല സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം അവരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ മാധ്യമ പുങ്കവന്മാർ പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ കേരളത്തിന്റെ പാരമ്പര്യം പേറുന്ന അല്ലെങ്കിൽ പാരമ്പര്യം അവകാശപ്പെടുന്ന മാതൃഭൂമി പത്രത്തിനകത്ത് പോലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും ആ അതിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ പക്ഷത്താണ് പത്രം നിൽക്കാറുള്ളത് എന്നതിന്റെ തെളിവാണ്. ഇരയെ തള്ളിക്കളഞ്ഞ് വേട്ടക്കാരനെ ചേർത്ത് പിടിക്കുന്ന സമീപനമുള്ളവരാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയെല്ലാം പച്ചയ്ക്ക് വലിച്ചു കീറാറുള്ളത്. ഒരു സ്ഥാപനത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായാൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഇനി ആരായിരുന്നാലും വാർത്ത കൊടുക്കണം. കാര്യം ഈ മാധ്യമ പുങ്കവന്മാർ അവകാശപ്പെടുന്നത് അവരുടെ മാധ്യമ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം വീട്ടിൽ അച്ഛൻ തെറ്റ് ചെയ്താൽ പോലും ഞാൻ വാർത്ത കൊടുക്കുന്ന മഹാന്മാരെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അവരാണ് ഇത്തരം വാർത്തകൾ മുക്കി മാതൃക കാട്ടുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാതൃഭൂമി പത്രവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ ഉയർന്നത് അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിന്റെ FIR-ന്റെ കോപ്പി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്ത മുക്കി മാതൃക കാട്ടിയെങ്കിലും വാർത്ത ഇപ്പോ നാട്ടുകാർ അറിഞ്ഞതോടുകൂടി ഇനി എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളത് സാഗൂതം ഈ സമൂഹം വീക്ഷിക്കുകയാണെന്ന് മാതൃഭൂമി മാനേജ്മെന്റിനെ അറിയിക്കുകയാണ്.